ഹലോ. ഡെയിലി അലാറം വെച്ചിട്ടും അമ്മയുടെ വഴക്ക് കേട്ട് എണീറ്റ് വരുന്ന ടൈപ്പായി ഞാൻ. ഇന്നും അതുപോലെ തന്നെയാണ്. എഴുന്നേറ്റ് വന്നുകൊണ്ട് അമ്മ ചായ തന്നു. ചായയും കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് മിറ്റം തൂക്കാൻ ഇറങ്ങി. ചൂല് എടുത്തുകൊണ്ട് വാദിക്കാൻ വന്നപ്പോഴേക്കും ഒരാൾ, ഇവൾ എന്തോന്നാ ഈ കാണിക്കുന്നേ? ഒത്തിരി ചിന്തിക്കാതെ തന്നെ ആ എക്സ്പ്രഷൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ പൂച്ചയുടെ സ്വഭാവത്തിற்கு ശരിയല്ലെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ടെ. അകത്ത് കയറിയ ഉടനെ എനിക്ക് എല്ലാ ജനലും കൂടി തുറന്നിടണം. ജനലെല്ലാം തുറന്നിട്ട ശേഷം ഞാൻ ഗോലി സോഡ വാങ്ങിക്കുമ്പോൾ ഗോലിയെല്ലാം സൂക്ഷിച്ചു വെക്കും. അതൊക്കെ ഒരു പൊട്ടിയ ഗ്ലാസ്സിലോട്ടിട്ടു. അപ്പം അമ്മ പറയും, പണ്ട് ഈ ഗോലി സോഡ വട്ട് സോഡ എന്നാണ് അറിയപ്പെട്ടിരുന്നതെന്ന്. അന്നത് ചില്ലുപ്പിയിലാണ് കിട്ടിയിരുന്നതെന്നും വട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നും പറയും. പിന്നെ ഇപ്പോഴത്തെ ഫ്ലേവറുകളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ക്ലബ്ബ് സോഡ പോലെയായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ഗോലിയൊക്കെ അടുക്കിയിട്ടൊന്ന് മുറ്റത്തുനിന്ന് ഒരു കുഞ്ഞു റോസാപ്പ് പറിച്ചിട്ട് ഗോലിയുടെ ഇടയിലോട്ട് കുത്തിക്കയറ്റി. എൻ്റെ ഗോലി അലങ്കാരം എപ്പിടി ഇருக்கு? ബോറിംഗ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്ക് അടുക്കളയിൽ നിന്ന് സാമ്പാറിന് വേണം. പിന്നെ പെട്ടെന്ന് തന്നെ ബെഡും ക്ലീൻ ചെയ്ത് എൻ്റെ പല്ലും ക്ലീൻ ചെയ്ത് ഫുഡും കഴിച്ചൊരു കുളിയും പാസ്സാക്കി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അമ്മ ഗോലിയുടെ ഇടയിൽ വേറൊരു അലങ്കാരപ്പണി. വാതിക്കൽ നിന്ന ഗന്ധരായിൽ നിന്ന് ഒരു പൂ പറിച്ച് അമ്മ എൻ്റെ റോസാപ്പൂവിൻ്റെ കൂടെ കൊണ്ടുവച്ചു. അപ്പോഴേക്ക് ഇന്നത്തെ ഷോർട്സിൻ്റെ ക്ലൈമാക്സായി. അപ്പം ടാറ്റ.